കാപ്പ കേസിൽ ജയിലിലായ തിരുവനന്തപുരം വാഴോട്ടുകോണം കൗൺസിലർ സുഗതന് അയോഗ്യത വന്നേക്കാവുന്ന നിർണായക കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഇന്നാണ്. ജയിലിൽ കഴിയുന്ന സുഗതന് നൽകിയ അവധി അപേക്ഷ പാസാക്കി പ്രതിസന്ധി മറികടക്കാനാണ് BJPയുടെ ഒരു നീക്കം. വിവരങ്ങൾ നൽകാൻ രജിത്തുണ്ട് തിരുവനന്തപുരത്തു നിന്നും. രജിത്ത്, ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനെ മറികടക്കാൻ BJPയുടെ ഒരു നീക്കമുണ്ട്. പക്ഷേ ശക്തമായി എന്തായാലും UDFും LDFും പ്രതിരോധിക്കും, അല്ലെങ്കിൽ പ്രതിഷേധം ഉയർത്തും. കഴിഞ്ഞ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലൊക്കെ നമ്മൾ അത് കണ്ടതാണ്. തീർച്ചയായും ഇന്നത്തെ കൗൺസിൽ യോഗവും നിർണായകമാണ്. കാരണം കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള സുഗതന്റെ കൗൺസിലിലെ സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവധി അപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കാരണം 3 കൗൺസിൽ യോഗങ്ങളിൽ അടുപ്പിച്ച് പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അയോഗ്യനാകും എന്നതാണ് കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൗൺസിലിലെ നിയമത്തിൽ തന്നെ, മുനിസിപ്പാലിറ്റി നിയമത്തിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 3ാമത്തെ യോഗമാണ്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള 2 യോഗങ്ങളിൽ സുഗതന് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നിലവിൽ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗതൻ കഴിഞ്ഞ തവണ ജയിലിൽ ആയിരുന്നതിനാൽ തന്നെയാണ് 2 യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നത്. ഇന്ന് 3ാമത്തെ യോഗം കൂടി നടക്കുന്ന സാഹചര്യത്തിലാണ് സുഗതനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷവും അതുപോലെ തന്നെ UDFും രംഗത്ത് വരാനുള്ള സാഹചര്യമുള്ളത്. എന്നാൽ നിലവിൽ 50 അംഗങ്ങൾ BJPക്ക് കൗൺസിലിലുണ്ട്. അതുകൊണ്ട് തന്നെ സുഗതൻ ഇതിനോടകം തന്നെ മേയർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. തനിക്ക് കൗൺസിലിൽ പങ്കെടുക്കാൻ കഴിയില്ല, അവധി നൽകണമെന്ന അവധി അപേക്ഷ നൽകിക്കൊണ്ട് മേയർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്ത് പാസ്സാക്കിയെടുക്കാനാണ് BJP ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ കൗൺസിലിൽ അയോഗ്യത ഉണ്ടാകുമെന്ന് ഇരിക്കെ തന്നെ മറ്റൊരു നഗരസഭാ നിയമപ്രകാരം 6 മാസം വരെ അവധി നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് പക്ഷേ കൗൺസിൽ യോഗം പരിഗണിച്ചായിരിക്കണം ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുക. എന്നാൽ ഇന്നത്തെ കൗൺസിൽ യോഗം ചേരുന്നത് തന്നെ ഏറെ ബഹളത്തോടു കൂടിയായിരിക്കുമെന്നാണ് കരുതാൻ കഴിയുക. കാരണം കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിലടക്കം ഏറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ കൗൺസിൽ യോഗം പരസ്പരം ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ സുഗതന്റെ അവധി അപേക്ഷ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു അവധി അപേക്ഷ പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് UDFും LDFും സ്വീകരിച്ചിരിക്കുന്നത്. സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൗൺസിൽ യോഗത്തിന് ശേഷം സെക്രട്ടറിയെ കണ്ട് പ്രത്യേക അപേക്ഷ നൽകാനും LDF വിചാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് UDFും ഇതിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തന്നെയായാലും ഇന്നത്തെ അവധി അപേക്ഷ പാസ്സാക്കിയെടുക്കാൻ തന്നെയായിരിക്കും BJP ശ്രമിക്കുക. മുൻ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള കൗൺസിൽ യോഗത്തിൻ്റേതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ യോഗത്തിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്.